കടയിൽ നിന്ന് വാങ്ങിച്ച ബിസ്ക്കറ്റ് തുണ്ടക്കി കൊടുക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. സോ ലെറ്റ്സ് മേക്ക് ഓട്സ് ബനാന കുക്കീസ്. അപ്പൊ ആദ്യം വേണ്ടത് ബനാന, പഴുത്ത പഴം. എനിക്ക് അത്ര പഴുപ്പ് കിട്ടിയില്ല, അത് നന്നായി മാഷ് ചെയ്യാം. Can you please help me to mash it? Wow, തുണ്ട മാഷ് ചെയ്യണ്. ഇതിന് തുണ്ടക്കുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇടാം ഇത്. കുറച്ച് ജാഗറി അടയാം. നല്ല പഴുത്ത പഴം വെച്ചാൽ ശർക്കര അടയേണ്ട ആവശ്യമില്ല, പക്ഷെ എൻ്റെ അത്ര പഴുപ്പില്ല. അപ്പൊ സ്പൂൺ ജാഗറി അടയത്. ഇനി നമുക്ക് ബട്ടർ അടയാം. അത് 2 ടേബിൾ സ്പൂണാണ് പറയണത്. അയ്യോ തുണ്ട ഇത്ര ഹെൽപ്പ് ചെയ്യണ്ട, കൊച്ച് കഴിച്ചോ. ഇത് ബിസ്ക്കറ്റ് ആക്കാൻ ബാലൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. കുട്ടി ബാറ്റർ കഴിച്ചു തുടങ്ങി. നമ്മുടെ പൊന്ന് കഴിച്ചു. 1/2 കപ്പ് റാഗി, 1/4 കപ്പ് ഓട്സ് പൗഡർ. യെസ്, നമ്മുടെ ഹെൽത്തി കുട്ടാ. നോ 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 ഡോണ്ട് ഡു. ഇച്ചിരൊക്കെ ഹെൽപ്പ് മതി മമ്മയ്ക്ക് ട്ടാ. മടി മമ്മ ചെയ്ത് തരാം നമ്മുടെ പൊന്നിന്. അപ്പൊ ഇത് നീട് ഇങ്ങനെയായിട്ടുണ്ട്. കണ്ടോ? ചീശെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പരത്തുമ്പോൾ കറക്റ്റ് വരില്ലല്ലോ. അപ്പോൾ ഞാൻ ക്ലീൻ റാപ്പിൽ വെച്ചിട്ട് ഒരു മൂടി എടുത്തൊന്ന് കട്ട് ചെയ്തു. കഷ് പെർഫെക്റ്റ്. അപ്പോൾ ബാക്കി പീസ് അങ്ങോട്ട് മാറ്റിയ ക്ലീൻ റാപ്പിലായ കാരണം സുഖമായിട്ട് എടുക്കാനും പറ്റും. ഈ ഫോക്ക് വെച്ചിട്ട് ഞാനൊന്ന് നടുക്കിലൊരു ഡിസൈൻ ഇട്ട് കൊടുത്തു. ദെൻ ഇറ്റ് ടേൺസ് ടു ദിസ്. വലിയ അല്ലേ ലുക്കിലല്ല ടേസ്റ്റിലെ പ്രധാനം. ഒരു ബിസ്ക്കറ്റ് റെഡി. അങ്ങനെ നമുക്ക് എല്ലാതും ഉണ്ടാക്കാം. ക്ലീൻ റാപ്പ് വയ്ക്കുക, ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. ബാക്കി പീസ് കട്ട് ചെയ്ത് പൊയ്ക്കോളും. ഇനി ക്ലീൻ റാപ്പ് ചെയ്യുന്ന അങ്ങോട്ട് പുറത്തെടുക്കുക. നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാം. ടോട്ടൽ 10 പ്ലസ് ഒരു കോംപ്ലിമെൻ്ററി എക്സ്ട്രാ പീസ് കുക്കീസ് കിട്ടി. ഇതെന്തായാലും ബേക്ക് ചെയ്യാൻ വെക്കാം. 170 ഡിഗ്രിയിൽ 12 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. യെസ്, അങ്ങനെ നമ്മുടെ കുക്കീസ് റെഡി. അങ്ങനെ കലയാണ്ട് അലിഞ്ഞു പോകണ്ട, കാരണം ടെൻഷൻ അടിക്കാനില്ല. ഹൗസ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്? കുട്ടിക്ക് ഇഷ്ടമായി? ഐ എം ഹാപ്പി. ഡൺ. Bye.